ഗുഡ് മോർണിംഗ്. എനിക്കൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണിക്കാനുള്ളത്, പറയാനുള്ളതും. എൻ്റെ വീട്ടിലെ വലിയൊരു തേക്ക്, ഒരു തേക്ക് മാത്രം, ബാക്കി മരങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ മോളുടെ കല്യാണത്തിന് വെട്ടി മാറ്റിയിട്ടാണ്. ഒരു തേക്കിനെ മാത്രം വിട്ടിരുന്നു. അപ്പോൾ അത് നല്ല മൂടൊക്കെ നല്ല കനവും നല്ല ഉണ്ട്. അരക്കാൻ ആളെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. മഴയും കൂടെ ആയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ മഴ തോർന്നിട്ട് അരക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ മഴയുടെയും കാറ്റ്, ഇന്നലത്തെ കാറ്റാണെങ്കിൽ അടാർ കാറ്റാണ്. നമ്മൾ മോളുടെ വീട്ടിൽ പോയി അവിടെ നിൽക്കുക തന്നെ, ഇവിടെ അടുത്ത വീട്ടിലുള്ള ഒരു കുട്ടി നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ തേക്ക് ഒടിഞ്ഞ് വീട്ടിൻ്റെ സൈഡിൽ. പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല, പെട്ടെന്ന് എങ്ങനെയെങ്കിലും വന്നെത്തിയാൽ മതിയെന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച ആ ശിഖരം ഒടിഞ്ഞ് വീണെന്നാണ്, അടർന്ന് വീണെന്നാണ് കൊച്ചു പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ പകുതിക്ക് വെച്ച് തേക്കിൻ്റെ കൊണ്ട ചാഞ്ഞ്, പിന്നെ കാറ്റത്ത് നല്ല ശക്തമായ കാറ്റായിരുന്നു ഇന്നലെ. അപ്പോൾ ആ കാറ്റത്ത് ചാഞ്ഞടിച്ചപ്പോൾ ടാങ്കൊക്കെ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടാങ്കിനൊന്നും സംഭവിച്ചില്ല. ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്ന പൈപ്പിൻ്റെ അതെല്ലാം പൊട്ടി. അപ്പോൾ അങ്ങനെ ഒരു നാശനഷ്ടം, വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത്. പക്ഷേ വീടിൻ്റെ ഷേഡിൽ കൂടി തന്നെ വീണിരുന്നു. പക്ഷേ ഷേഡിലൊന്നും പറ്റിയില്ല. ലൈൻ കമ്പിയിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടം ഒഴിവായി എന്ന് വേണം പറയാൻ. ചെറിയൊരു പൈപ്പിൻ്റെ ഇത് പൊട്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കേടുപാടുകളൊന്നും ഉണ്ടായില്ല ദൈവത്തിൻ്റെ കാരുണ്യത്താൽ. അപ്പോൾ എല്ലാം നശിച്ചു. എൻ്റെ നാശം എന്ന് വലിയൊരു നാശനഷ്ടം എന്ന് ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ കാത്തു സൂക്ഷിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് പരിപാലിച്ച് വന്നിരുന്ന എൻ്റെ ചെടിത്തോട്ടം പകുതിക്ക് വെച്ച് നശിച്ചു പോയി. നശിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഇതെല്ലാം വെട്ടി മാറ്റി വരുമ്പോൾ ചേട്ടനാണെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെയാണ് നിന്ന് ചവിട്ടി പറക്കി അതിനെല്ലാം ഒടിച്ചു. ഇത് നശിപ്പിച്ചു എന്ന് പറയാം. കാരണം എനിക്കത് ഭയങ്കര ഒരു നഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു സ്വപ്നവും. ഇനി ആ ചവറും ചപ്പും എല്ലാം വെട്ടി മാറ്റി അതിൻ്റെ കൊമ്പെല്ലാം വെട്ടി മാറ്റുമ്പോഴത്തേക്ക് ബാക്കി എന്ത് അവശിഷ്ടം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇന്നലെ എൻ്റെ ബ്രൊക്കേഡൻ മുല്ല് അതിൻ്റെ പുറത്ത് മുകളിൽ കൂടിയാണ് ഈ ഷെയ്ഡ്. അപ്പം ആ കൊമ്പ് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചേട്ടൻ ജനലിൻ്റെ അടുത്തേക്ക് വീഴുവോ എന്നുള്ള ഒരു പേടിയിൽ അവർ തന്നപ്പോഴും ഞാൻ പെട്ടെന്ന് നോക്കിയത് എൻ്റെ ഈ ബ്രൊക്കേഡൻ മുല്ലയാണ്. ഞാൻ അതിനെ ഒരു കമ്പെടുത്ത് ഇങ്ങനെ ചരിച്ച് പിടിച്ചും മാറ്റി വച്ചപ്പോഴത്തേക്കും ഈ കൊമ്പ് അവർ വലിച്ച് ഞെട്ടതിനിടയ്ക്ക് വെച്ച് ശക്തമായി വന്ന അതിൻ്റെ ആഗ്രഹം എൻ്റെ ഈ കൈത്തണ്ടയിലാണ്, കൈയുടെ മടക്കിലാണ് വന്നിടിച്ചത്. കൈ ഇടിഞ്ഞു പോവാത്തത് ഭാഗ്യം. എനിക്ക് അതിനേക്കാൾ സങ്കടം അതിനെ രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നു. അത്രയ്ക്കും ഞാൻ താലോലിച്ച് വളർത്തുന്നൊരു എൻ്റെ ജീവനാണ്. അപ്പോൾ അതിൻ്റെ പകുതിയും ഇന്നലെ തന്നെ പോയി. അതിന് നശിച്ചു പോകും. കാരണം എൻ്റെ തുമ്പും അറ്റവും ഒന്നും കാണാനില്ല, എല്ലാം പോയി, ചപ്പായി. അങ്ങനെ എൻ്റെ വീട്ടിൽ വൻ നാശനഷ്ടം തന്നെ ഉണ്ടായി. ഞാൻ ഓരോ ചെടി നടുമ്പോഴും അടുത്ത് ആ ചെടി നശിക്കുന്നതിന് മുന്നേ അതിൻ്റെ തയ്യോ വിത്തോ ഞാനെടുത്ത് മറ്റൊരു ചട്ടിയിൽ നട്ട് പാകി ഞാൻ അതിനെ പിടിപ്പിച്ചു. ഇനി ഞാനിതെല്ലാം ഒരു ചെടിയുടെ ഒരു തണ്ടോ പൂവോ പോലും ആരും എടുക്കുന്നതോ നശിപ്പിക്കുന്നതോ എനിക്കിഷ്ടമില്ല. ഇത്രയും ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് നിങ്ങളെ ഇന്ന് കാണിക്കാനുള്ളത്.